നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഭംഗിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സിലൂടെ കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ വാക്കുകൾ ഞാൻ കൈസം പറഞ്ഞില്ലേ, വാക്കുകൾ നമ്മൾ സെറ്റ് വരെ ഒത്തിരി വാക്കുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്രകാരമാണെന്ന് കാണിക്കാനുണ്ട്. കൂടാതെ നമ്മൾ സെൻറ്റൻസുകൾ, പാരഗ്രാഫുകളൊക്കെ വരുന്നുണ്ടെങ്കിലും തുടക്കത്തിൽ നമുക്ക് എക്സസൈസ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ബേസ്ഡ് എക്സസൈസുകളൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് പരിചയപ്പെടാം. മുൻകാലഘട്ടങ്ങളിലൊക്കെ 4 വരെയുള്ള കോപ്പി ആയിരുന്നു നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഘടകം, അല്ലെ, സഹായിക്കേണ്ട ആകെ ഘടകം. പക്ഷെ ഇപ്പം നമുക്ക് കോപ്പി ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിമനോഹരമാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് അക്ഷരങ്ങളെല്ലാം ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരേ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സൈസിനെ പറ്റിയൊരു ഐഡിയ നമുക്ക് നോക്കാം. 2 വരെയുള്ള പേപ്പറിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ പകുതി ഹൈറ്റിൽ, അതായത് ഒരു വര ഐ കൊടുത്തിട്ട് അതിന് തുല്യമായിട്ട് ആർക്ക് ഷേപ്പിൽ, എൻ ഷേപ്പിൽ, മറ്റൊന്നുമല്ല, അക്ഷരങ്ങളുടെ ഈ ഒരു കർവ് ഡൗൺ ആൻഡ് അപ്പ് മേൽഭാഗത്തുള്ള ഈ ഒരു കർവ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസാണത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഒത്തിരി മെത്തേഡ് ഇങ്ങനെ പഠിക്കേണ്ടത്, എൻ ഷേപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനിരിക്കും. ഇങ്ങനെ നമുക്ക് അക്ഷരങ്ങളെ പറ്റി ഈ ക്ലാസ്സിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് പ്രാക്ടിക്കൽ ചെയ്യാനുണ്ട്. ഇത് നമുക്കൊരു പേജിലോ കുറേ പേജുകൾ ഇതിൻ്റെ നിങ്ങൾ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അക്ഷരങ്ങളുടെ, ഇപ്പോൾ ഉദാഹരണത്തിന് എ തന്നെ ആവട്ടെ, അല്ലെങ്കിൽ ബി ആവട്ടെ, സി ആവട്ടെ, ഡി ആവട്ടെ, ഇതിനൊക്കെ മുകൾ ഭാഗത്ത് ഷേപ്പ് കർവുണ്ട്, ഇതിനൊക്കെ മുകൾ ഭാഗത്ത് കർവുണ്ട്, അല്ലേ. ഇതിന് മാത്രമല്ല, നമുക്ക് സെറ്റ് വരെ വരുന്ന അക്ഷരങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. തൽക്കാലം ഞാൻ എക്സാമ്പിൾ മാത്രമേ എടുത്തതാണ്. ഇപ്പോൾ എയുടെ അടിഭാഗവും കണ്ടില്ലേ, അടിഭാഗവും കർവ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം മുകൾ ഭാഗവും അടിഭാഗവും കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസ് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിലൊരു ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് മുകൾ ഭാഗത്തെ കഴിഞ്ഞ ശേഷം അടിഭാഗത്തും അതേപോലെ തന്നെ ഒരു വര വരിക. അത് നമ്മൾ യു ഷേപ്പിൽ വരും, യു. ആ യു നമ്മൾ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഡബ്ല്യു പോലെ വരിക. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ ഡബ്ല്യു തന്നെ നമ്മൾ 1, 2, 3 നമ്മൾ എത്ര കൊടുത്താലും ശരി ആ ഒരു ഷേപ്പ് അടിഭാഗത്തുള്ള ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസ് പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ഒരു 5 or 10 വരികൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് സൈസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി 2 വരെ പകുതിയിൽ വരുന്ന ഓ സൈസ്, ഓ ഹൈറ്റ്. നമ്മൾ എത്ര ഓ ചെയ്യുകയാണെങ്കിലും ഏകദേശം ഒരേ ഹൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ വരയിൽ നോട്ട്ബുക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ അക്ഷരങ്ങളുടെ ഒരേ ആംഗിൾ, ഞാൻ പറഞ്ഞല്ലോ, ദിശ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വ്യത്യസ്തമായ ആംഗിൾ ഉണ്ടല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റിലേക്ക് പോകുന്ന ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് റൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പിറകോട്ട് അല്പം ഒരു ക്യാപിറ്റൽ എച്ചിൻ്റെ സ്റ്റൈലിൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ അക്ഷരങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്, ഒരേ ആംഗിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ക്ലാസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരേപോലെ നമ്മൾ ഒരേ സൈസ് വെച്ചുകൊണ്ട്, അത് ഒരേ ഹൈറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ആ സംഭവം നമ്മൾ ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. ഇത് പ്രിൻറ്റിങ്ങിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കേഴ്സീവ് അഥവാ കൂട്ടക്ഷരം പറഞ്ഞിരുന്നുവല്ലോ, അല്ലേ. അത് പഠിക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ അത് ഒരു ഓ ഷേപ്പ് കൊടുത്തിട്ട് അത് ലൂപ്പ് വന്ന ശേഷം അടുത്ത ലെറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന എങ്ങനെ. അപ്പോൾ അത് ഓ സി പോലെ വന്നിട്ട് വീണ്ടും ഓ. അതങ്ങനെ 1 or 2 നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ, എത്ര കൊടുക്കുകയാണെങ്കിലും ഏകദേശം ഒരുപോലെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വാക്കുകൾ അനായാസം കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു എക്സസൈസാണ് ഇങ്ങനെ വന്നിട്ട് കണക്ഷൻ കൊടുത്തത്, സിഗ്സാഗ് ജോയിൻ എന്ന് പറയും, സിഗ്സാഗ് ജോയിനിങ്. മറ്റൊന്നല്ലത് 2 വരകൾ ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ 3 വരകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ ജോയിനിങ് കടന്നു പോകുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് നൈസായിട്ട് ഈ ഒരു മോഡലിലേക്ക് കടന്നു വരുന്നു. അങ്ങോട്ട് പോവുക, നേരെ വരുന്നു, വീണ്ടും സ്ലാൻഡിങ്, നേരെ വരുന്നു, സ്ലാൻഡിങ്. ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ കടന്നു പോകുമ്പോഴാണ് അക്ഷരങ്ങൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്ക് എഴുതുവാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഐ വരുന്നു, എൻ വരുന്നു, എസ് വന്നു, ടി വന്നു, ഐ, ടി, യു, ടി, ഇ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് കുത്തിടുന്നു, വെട്ട്, വെട്ട്, വെട്ട്. അപ്പോൾ ഈ ഒരു വാക്കിയ സമയത്ത് നമ്മൾ നോക്കിക്കുക, ഐ എഴുതി, എൻ എഴുതി, എസ് എഴുതി, അതിലിടയിൽ ഒരു കണക്ഷൻ വന്നിട്ടില്ലേ, ഇങ്ങനെ കണ്ടത് കണക്ഷൻ വന്നില്ലേ. അത് നമ്മൾ ഈ ജോയിനിങ് പഠിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു അനായാസം നമുക്ക് ചെയ്യാനുള്ള കഴിവ് ഈ ക്ലാസ്സിലൂടെ നേടിയെടുക്കാൻ സാധിക്കും നമുക്ക്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എക്സസൈസിൻ്റെ ഭാഗം പഠിപ്പിക്കുന്നത്. ഓക്കെ.